വാഹനാപകടത്തിൽ കാല് ഒടിഞ്ഞു തൂങ്ങി ഗുരുതരാവസ്ഥയിൽ കിടന്ന 19 വയസ്സുകാരിയെ തന്റെ ഉടുമുണ്ടഴിച്ച് കാലിന്റെ ഒടിഞ്ഞ ഭാഗം കൂട്ടിക്കെട്ടി ആശുപത്രിയിലെത്തിച്ച ഒരു ആംബുലൻസ് ഡ്രൈവറാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ താരമാകുന്നത്. കണ്ണൂർ കാപ്പാടാണ് വാഹനാപകടം ഉണ്ടായത്. കാപ്പാട് സ്വദേശിയായിട്ടുള്ള സജീർ എന്ന് പറയുന്ന ഒരു ആംബുലൻസ് ഡ്രൈവറാണ് ഈ ഒരു നന്മയുള്ള പ്രവൃത്തി ചെയ്തത്. സംഭവം എന്താണ് നടന്നതെന്ന് സജീർ തന്നെ നമ്മളോട് പറയും. കഴിഞ്ഞ ദിവസം ഇവിടെ കണ്ണൂർ കാപ്പാട് പഴയ റേഷൻ വീടിന്റെ മുന്നിൽ ഒരു ആക്സിഡന്റ് ഉണ്ടായി. അത് എൻ്റെ വീടിന്റെ ഒരു 300 മീറ്റർ അപ്പുറമാണ് ഈ ആക്സിഡന്റ് ഉണ്ടായത്. ആ ആക്സിഡന്റ് സമയത്ത് തന്നെ എൻ്റെ ഒരു സ്നേഹിത ഷീല് എന്നെ വിളിച്ചു. ഞാൻ അന്നേരം ഉറക്കമായിരുന്നു. ഒരു 12 മണിയായിട്ടുണ്ടാവും, 11:45 ആയിട്ടുണ്ടാവും. ഞാൻ പെട്ടെന്ന് തന്നെ ഞാൻ കൂടുതൽ കൊടുത്ത് കുട്ടിയെ ഡ്രസ്സ് വിട്ടിട്ട് ഞാൻ അവിടെ ആക്സിഡന്റ് സംഭവത്ത് എത്തുമ്പോൾ കാണുന്ന അവസ്ഥ, ഒരു ചെറിയ മോള്, ഏകദേശം ഒരു 19 വയസ്സുള്ള ഒരു കുട്ടി വളരെ സീരിയസ് ആയിട്ട് അപകടം പറ്റി കിടക്കുന്ന ഒരു അവസ്ഥയാണ് കണ്ടത്. ആ കുട്ടിയുടെ കാല് പൊട്ടിയിട്ട് കുറച്ച് മോശമായിട്ട് കണ്ട്. ആ സമയത്താണ് എനിക്ക് കിട്ടിയ ഒരു ക്ലാസിന്റെ അടിസ്ഥാനത്തിൽ, ഒരുപാട് ഡോക്ടർമാരുടെ ക്ലാസ്സിൽ ഞാൻ പോകാറുണ്ട്. ആ ക്ലാസിന്റെ അടിസ്ഥാനത്തിൽ എൻ്റെ ഉണ്ട് കഴിച്ച് ആ കുട്ടിയുടെ കാല് സേഫ് ആക്കി ശേഷം പ്രാഥമിക ചികിത്സ കൊടുത്ത് കണ്ണൂരിലുള്ള ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ എത്തിയതിനു ശേഷം ഇപ്പോൾ കുട്ടിയുടെ കാര്യം, ഇപ്പോൾ കുട്ടിയുടെ നില സേഫാണ്. കുട്ടി ഇപ്പോൾ ഐസിന്നൊക്കെ മാറി റൂമിലേക്ക് ആയിട്ടുണ്ട്. ആ കുട്ടി കണ്ണൂർ ചാലാടുള്ള കുട്ടിയാണ്. അപകടം ഈ ചെറിയ മിനി ടാങ്കറും കാറും തമ്മിലായി. കാറിലെ ഡ്രൈവർ സീറ്റിന് നേരെ ബാക്കിലായിരുന്നു ഈ കുട്ടി ഇരുന്നത്. കുട്ടിയുടെ അമ്മയും ഈ വണ്ടി ഓടിച്ച അവരുടെ മകനും ഫ്രണ്ടിലായിരുന്നു ഉണ്ടായിരുന്നത്. അവർ എയർ ബാഗ് ഉള്ളത് കൊണ്ട് അധികം പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. നമ്മളെ നാട്ടുകാരൊക്കെ ഒത്തുകൂടി നാട്ടുകാരും ഞാനും കൂടിയൊക്കെ രക്ഷാപ്രവർത്തനം നടത്തി കുട്ടിയുടെ വണ്ടി പുറത്തേക്കെടുത്ത്, കുട്ടി കാറിൽ കുടുങ്ങിക്കിടക്കുകയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ പുറത്തേക്കെടുത്ത് ഇതിനുള്ള വേണ്ടുന്ന പ്രാഥമിക ചികിത്സ കൊടുത്ത് ശേഷമാണ് നമ്മൾ വണ്ടിയിൽ കയറ്റി ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ എത്തിച്ചത്. കറക്റ്റ് സമയത്ത് എത്തിച്ചത് മാത്രമല്ല, ഡോക്ടർ പറഞ്ഞത് നിതിൻ സാറാണ്, അറിയുന്ന ഡോക്ടറാണ്. ആ ഡോക്ടർ കറക്റ്റ് സമയത്ത് കാലിനെ തുണി കൊണ്ട് കെട്ടിയത് കൊണ്ടും കറക്റ്റ് സമയത്ത് ഹോസ്പിറ്റലിൽ എത്തിച്ചത് കൊണ്ട് കൂടുതൽ അപകടം പറ്റാതെ ആ കുട്ടി ഇന്ന് ജീവൻ നിലനിർത്തി സേഫായിരുന്നു ആ ഡോക്ടർ പറഞ്ഞത്. ആ ഒടിഞ്ഞ് സ്ക്രാച്ച്, അതായത് കാലിന്റെ നമ്മളെ മുട്ടിന് താഴെ വരുന്ന ഭാഗം കുറച്ച് തൂങ്ങിക്കിടക്കുന്നുണ്ടായിരുന്നു, അതായത് വളഞ്ഞിട്ടായി ഉണ്ടായിരുന്നു. അത് ഞാൻ കുറച്ച് നേരെയാക്കി അതിനുള്ള ഒരു സേഫ് ആക്കിയതിന് ശേഷമാണ് വണ്ടിയിൽ കയറ്റിയത്. അല്ലാതെ അതുപോലെ തന്നെ നമ്മൾ വണ്ടിയിൽ പിടിച്ചു വലിച്ച് കയറ്റി കഴിഞ്ഞാൽ ചിലപ്പോൾ കാല് കൂടുതൽ അപകടം സംഭവിക്കുമായിരുന്നു. ദൈവത്തിന്റെ സഹായത്താൽ അത് ഞാൻ പഠിച്ച ക്ലാസ് പ്രകാരം അത് കുട്ടിക്കുള്ള കാലിന്റെ കാര്യം ആദ്യം സേഫ് ആക്കിയിട്ടാണ് നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിച്ചത്. അതായത് അടിവസ്ത്രത്തിലാണ് ഞാൻ ഉണ്ടായിരുന്നത്. എൻ്റെ മുണ്ട് ശേഷം ഞാൻ അടിവസ്ത്രത്തിലാണ് വണ്ടിയും കൊണ്ട് അവിടെ ഹോസ്പിറ്റലിൽ എത്തിയത്. എത്തിയ സമയത്ത് ഞാൻ അവിടുത്തെ സ്റ്റാഫിനോട് എനിക്കൊരു ബെഡ്ഷീറ്റ് വേണം, അവർ പെട്ടെന്ന് തന്നെ ഒരു ബെഡ്ഷീറ്റ് എടുത്ത് തന്ന് അങ്ങനെയാണ് വണ്ടിയിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് കുട്ടീനെ കാഷ്വാലിറ്റിയിൽ എത്തിക്കുന്നത്. കുറച്ച് മുമ്പേ ആ കുട്ടിയുടെ ബന്ധുക്കൾ എന്നെ വിളിച്ചിരുന്നു, അവരോട് നന്ദി അറിയിച്ചു. ഈ ഒരു പ്രവൃത്തിക്ക് എന്തായാലും സജീറിന് ഈശ്വരാനുഗ്രഹം ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല.